നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വഴുതനങ്ങ കഴിക്കുന്നതിനെ കുറിച്ച്, അതിൽ പ്രത്യേകിച്ച് ശ്വാസം മുട്ടല്, ശ്വാസതടസ്സം, കഫക്കെട്ട് സ്ഥിരമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും വഴുതനങ്ങ കഴിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആരെക്കാളും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ വഴുതനങ്ങയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതൊരു സാധാരണ വെജിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് കരുതാം. എല്ലാവരും വല്ലപ്പോഴും അത്ര അധികം ആർക്കും ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ല, എന്നാലും വല്ലപ്പോഴും കുറച്ച് സ്പെഷ്യലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയത്. എന്നാൽ ചില ആൾക്കാർ വളരെ നന്നായിട്ട് തന്നെ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണ് വഴുതനങ്ങ എന്ന് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, കഫക്കെട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആസ്മ, ചുമ ഉള്ള, മെയിൻലി ശ്വാസം മുട്ടലും ആസ്മയൊക്കെയുള്ള ആൾക്കാർ വഴുതനങ്ങ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശ്വാസം മുട്ടൽ കുറച്ച് കൂടുന്നതായിട്ട്, അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഭക്ഷണമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാകില്ല, എന്തെങ്കിലും തണുപ്പൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. വഴുതനങ്ങ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറുതായിട്ട് ശ്വാസം മുട്ടലോ തൊണ്ടയിൽ അടപ്പോ ഒച്ചയടപ്പോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കഫം, ചുമ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നമുക്ക് വീസിങ്, അതായത് നമ്മൾ വലിവിൻ്റെ ഒച്ച ഉണ്ടല്ലോ, അത് നമ്മുടെ ത്രോട്ടിൽ സ്വെല്ലിങ് ഉണ്ടാക്കും, അതുപോലെ ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാക്കും കേട്ടോ. വഴുതനങ്ങയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്സിലെ സൊലാനിൻ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽസ് ആണ് ഇതിന് കാരണമെന്ന്. അതുപോലെ തന്നെ ഹിസ്റ്റമിൻ ഇതിൻ്റെ അകത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ ഹിസ്റ്റമിൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് അലർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജി ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻസ് ഒക്കെ ആൻറ്റി ഹിസ്റ്റമിൻ ആണ്. ഇത് കുറയ്ക്കുന്ന മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആസ്മയാട്ടെ, അതുപോലെ തന്നെ വേറെ ഏത് തരം അലർജിയോ ചൊറിച്ചിലോ അങ്ങനെ അലർജിപരമായ എല്ലാ സംഭവങ്ങളും കുറയുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ വഴുതനങ്ങയെ നമുക്ക് കുറച്ച് അലർജി കൂട്ടുന്ന സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് വഴുതനങ്ങ കഴിക്കാൻ പാടില്ലാത്തവരാരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഓട്ടോ ഇമ്മ്യൂൺ അസുഖമുള്ള ആൾക്കാരുണ്ട്, അതായത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. അത് ഇപ്പം ചില കുടലിൻ്റെ ഇൻഫ്ലമേഷൻ ഉള്ള അസുഖം, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാകട്ടെ, IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള ആൾക്കാരാവട്ടെ, അതുപോലെ തന്നെ സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ് SLE എന്ന് പറഞ്ഞ ഒരു ലൂപ്പസ് അസുഖമുള്ള ആൾക്കാരാവട്ടെ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, RA ഫാക്ടർ വളരെ കൂടി നിൽക്കുന്നവരായിക്കോട്ടെ, അതുപോലെ ആമവാദം എന്നൊരു കണ്ടീഷൻ ആയുർവേദത്തിൽ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമവാദം ഉണ്ട് എന്നൊരു ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകിച്ച് വാദത്തിന്റെ അവസ്ഥയിലോ നിങ്ങളുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവുന്ന അവസ്ഥ, ചില ആൾക്കാർക്ക് നമുക്ക് ശരീരത്തിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ശരീരഭാരം നീര് കാരണം കൂടുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും വഴുതനങ്ങ കഴിക്കാത്തതാണ് നല്ലത്. പിന്നെ അറിയാം, സ്കിൻ ഇൻഫെക്ഷൻസ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചൊറിച്ചിൽ വരുന്ന ആൾക്കാർ, അർട്ടിക്കേരിയ പോലത്തെ അസുഖം അല്ലെങ്കിൽ ചൊറിയുന്ന അസുഖം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും തീർച്ചയായിട്ടും വഴുതനങ്ങ ഒഴിവാക്കണം. അപ്പം മെയിൻലി ശ്വാസം മുട്ടുള്ളവരോർത്തോളം നിങ്ങൾക്ക് ദിവസം ഒരു പ്രാവശ്യം ഒന്നും കഴിച്ചു പോകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ദിവസവും അല്ലെ കണ്ടിന്യൂസ്ലി ഒന്നും കഴിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുന്നത് ആണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.